സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഇത്തവണത്തെ ശനീശ്വര ജയന്തി മെയ് 16 ശനിയാഴ്ചയാണ്. അമാവാസിയും കൂടി വരുന്നതിനാൽ അതിവിശിഷ്ടപ്പെട്ട ദിനമാണെന്ന്. ശനി അമാവാസിയാണ് ആയതിനാൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വളരെ ഉത്തമമായ ദിനമാണ്. സൂര്യദേവൻ്റെയും ഛായാദേവിയുടെയും പുത്രനായ ശനിദേവൻ്റെ ജന്മദിനമാണ് ശനീശ്വര ജയന്തിയായി കൊണ്ടാടപ്പെടുന്നത്. ശനിദോഷം അനുഭവിക്കാത്തവർ വിരളമാണല്ലോ അല്ലേ. മഹാദേവന് പോലും ശനിദോഷം പിടിപെട്ടിട്ടുണ്ട് എന്നല്ലേ. അതിനാൽ ശനിദോഷത്താൽ വലയുന്നവർ, അതായത് കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി മുതലായവയുടെ ദോഷകാഠിന്യം കുറയ്ക്കാനായി അന്നേ ദിവസം ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തി എള്ളെണ്ണ സമർപ്പിക്കുക. അതുപോലെ എള്ള്, കറുത്ത അല്ലെങ്കിൽ നീല വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. പക്ഷിമൃഗാദികൾക്ക് അന്നവും ജലവും നൽകുക. ഇതൊക്കെ ചെയ്യുന്നത് ശനി ദോഷം കുറയ്ക്കും. അന്നേ ദിവസം ശനി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. പ്രഭാത സ്നാനത്തിന് ശേഷം സൂര്യന് അർഘ്യം സമർപ്പിച്ച് ആദിത്യ സ്തോത്രം ജപിക്കുക. പിതൃദോഷമുള്ളവർ പിതൃതർപ്പണം നടത്തുക. അതുപോലെ ശനിദേവൻ്റെ മൂലമന്ത്രം ഓം ശം ശനൈശ്വര്യേ നമ എന്ന് 7 പ്രാവശ്യം ജപിക്കുക. സമയമുള്ളവർ 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശനീശ്വര സ്തോത്രം 7 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. സമയമുള്ളവർ 108 പ്രാവശ്യം ജപിക്കാം. ശനീശ്വര സ്തോത്രം ഇതാണ്: നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വര്യം. അർത്ഥം: കറുത്ത നിറമുള്ളവനും സൂര്യൻ്റെ മകനും ഛായയ്ക്കും യമൻ്റെ സഹോദരനും ജനിച്ചവനും വളരെ സാവധാനത്തിൽ നീങ്ങുന്നവനുമായ ശനിയെ ഞാൻ നമിക്കുന്നു. തൻ്റെ ഭക്തരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഹനുമാൻ സ്വാമിക്ക് ശനീശ്വരൻ വാക്ക് നൽകിയിരിക്കുന്നതിനാൽ ശനി പ്രീതിക്കായി ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ ചാലീസ ചൊല്ലുക എന്നിവയും വളരെ ഉത്തമമാണ്. ശനി കർമ്മത്തിൻ്റെയും നീതിയുടെയും ദേവനാണ്. നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷകനുമായി ശനീശ്വരൻ ഭവിക്കും. ശനീശ്വരൻ സത്യസന്ധത, ക്ഷമ, കഠിനാധ്വാനം എന്നിവയ്ക്ക് പ്രതിഫലം നൽകുമെന്നും അതുപോലെ നമ്മെ പലവിധ പോരാട്ടങ്ങളിലൂടെയും കാലതാമസങ്ങളിലൂടെയും ഒക്കെ കടത്തിവിട്ട് ഒരു അധ്യാപകനെ പോലെ പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുമെന്നും ആണ് വിശ്വാസം. ശനി വ്രതം എടുക്കുന്നതിലൂടെ നമ്മിലെ നെഗറ്റീവ് ഊർജം കുറയുന്നു. കർമ്മം, അച്ചടക്കം, ക്ഷമ, ആത്മീയ വളർച്ച എന്നിവയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ശനി ജയന്തി. ശനിദേവന് സമർപ്പിച്ചിരിക്കുന്ന ഈ പുണ്യവേള ഭക്തരെ അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ച് വിലയിരുത്താനും വിശ്വാസം ശക്തിപ്പെടുത്താനും സത്യസന്ധതയിലൂടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ തേടാനും ഉതകുന്നു. ശനിദേവൻ ആളുകളെ കഷ്ടപ്പെടുത്തി പരീക്ഷിക്കുമെങ്കിലും ആത്മാർത്ഥമായ സമർപ്പണങ്ങളിൽ പ്രതിഫലം തീർച്ചയായിട്ടും നൽകും. ആത്മീയതയുടെയും സ്ഥിരതയുടെയും സമാധാനത്തിൻ്റെയും ഉണർവ് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.